കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമേ ഒന്ന് ജിമ്മിൽ പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ജിമ്മിൽ പോകാതെ ആകെ മടി പിടിക്കുന്നു, നെഗറ്റീവ് തോട്ട്സ്, ഭയങ്കര 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 പ്രശ്നങ്ങൾ. അപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നമുക്കൊരു ഉഷാർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 പാൻസ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു. ആ പാൻറ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ജിമ്മിൽ പോകുന്നത് നമുക്കൊരു ശരീരത്തിന് മാത്രമല്ല മനസ്സിന് ഭയങ്കര ഉന്മേഷം തരുന്ന സാധനമാണ്. അപ്പോൾ ജിമ്മിന് പോകാൻ നമുക്കൊരു ഉന്മേഷം വേണമെന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും ഡ്രസ്സ് വേണം. അപ്പോൾ നമ്മൾ 2 പാൻസ് ഓർഡർ ചെയ്തത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. പക്ഷേ ട്രൈ ചെയ്തത് മോശമായിരുന്നു. പാൻറ്റ് ഭയങ്കര ടൈറ്റാണ്. ഞാൻ കുറച്ച് ലൂസ് പാൻറ്റാണ് ഞാൻ എപ്പോഴും ഇടാറ്. അപ്പോൾ ഞാൻ എൻ്റെ കൈത്തെ പാൻറ്റിനെ ഇട്ടിട്ട് നമ്മൾ നേരെ ജിമ്മിലേക്ക് വെച്ച് പിടിപ്പിച്ചു. കുറച്ച് കാലത്തിന് ശേഷം ജിമ്മിൽ ഞാൻ സ്വിമ്മിങ്ങിന് വേണ്ടി പോകാറുണ്ട്. പക്ഷേ എൻ്റെ ജിമ്മിൻ്റെ അകത്തേക്ക് ജിമ്മിൽ കയറാറില്ല, സ്വിമ്മിങ്ങിനാണ് പോകാറുള്ളൂ. അപ്പോൾ ജിമ്മിക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ട്രെയിനർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഈ ട്രെയിനർ നല്ല സൂപ്പറാണ്. ഞാൻ പേര് ചോദിച്ചിട്ടില്ല. അപ്പോൾ ട്രെയിനർ നമുക്ക് കാർഡിയോയിലെ കുറച്ച് വർക്കൗട്ട്സ് കാണിച്ചു തന്നു. ഇതെല്ലാം ഞാൻ 3 സെറ്റ് ചെയ്യണം അത്രേ. ട്രെയിനർ ചെയ്യണത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇതൊക്കെ ഈസിയാണല്ലോ തോന്നും. പക്ഷെ 1.5 മാസത്തിന് ശേഷം ഞാനൊരു 10-67 കിലോ കൊണ്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ ഈസിയൊന്നുമല്ല. എനിക്കാണെങ്കിൽ നമ്മൾ ആദ്യം വാമപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. വാമപ്പ് നമ്മൾ ആദ്യം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ട്രെയിനർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഏകദേശം എൻ്റെ കിളിയൊക്കെ പോയി. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ വേർതിരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ നമ്മൾ ജിമ്മിൽ പോയതല്ലേ, നമ്മൾ തന്നെ എഫേർട്ട് ഇട്ടാലുള്ളൂ നമ്മുടെ തടിക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഗുണം ഉണ്ടാവുക. അല്ലാതെ വെറുതെ ജിമ്മിൽ പോയിട്ട് മൂലയ്ക്ക് ഇരുന്നിട്ട് ഫോൺ കൊണ്ട് കളിച്ചിട്ടുണ്ടെങ്കിലൊന്നും തടിക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ 3 സെറ്റൊക്കെ ചെയ്തു. നമ്മൾ ഭയങ്കരമായിട്ട് വേർത്തു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ മതി എന്ന് നമ്മുടെ ട്രെയിനർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ആ ഒരു കാർഡിയോൻ്റെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കും. നമ്മൾ ഭയങ്കരമായിട്ട് വേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലത്തെ നെഗറ്റീവ് തോട്ട്സ് കുറേ പുറത്തേക്ക് പോകുന്നുള്ളതാണ് കേട്ടോ എനിക്ക് ജിമ്മിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ ട്രെയിനറോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. കാലിനൊക്കെ ഭയങ്കര ഒരു വേദനയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ജിമ്മിൽ പുതുതായിട്ട് എന്തൊക്കെയോ ഒരു ഔട്ട്ഡോർ വർക്കൗട്ടിലെ സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഇനി എക്സ്പ്ലോർ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീടെത്താനായപ്പോഴേക്കും ഈ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ എൻ്റെ കാല് ഭയങ്കരമായിട്ട് വിറക്കുന്നുണ്ട്. ഒരു ഭയങ്കര ഒരു ടയേർഡായ പോലെ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.